റീമ എന്ന് പറയുന്ന ഒരാള് ഉള്ളിലൊരു വളരെ ഹ്യൂമൻ ആയിട്ടുള്ള ഒരാളായിരിക്കും. സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ള ഒരു സാധാരണക്കാരിയായിരിക്കും. പക്ഷേ ഈ നമ്മൾ WCCന് വേണ്ടി സംസാരിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു കളക്റ്റീവിനപ്പുറത്തേക്ക് ചില പൊസിഷൻസ് എടുക്കേണ്ടി വരും, എന്നിട്ട് നമ്മളെ ലീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കളക്റ്റീവ് അതാണെങ്കിൽ പോലും നമ്മൾ ലീഡിങ് പൊസിഷനിലേക്ക് പോവേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്യുപ്ഡ് ആവണ്ടേ, അക്കാഡമിക്കലി പഠിക്കണ്ടേ. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ഇത് ശരിയാണോ നമ്മൾ നിലപാടെന്ന് ചോദിക്കോ? അങ്ങനെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും എനിക്ക് കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു കൃത്യമായ ഒരു സ്പെസിഫിക് ലാംഗ്വേജ് ആയിരിക്കോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഈ റിയാലിറ്റി, ഇന്നത്തെ ലോകത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില പ്രിവിലേജുകളും ഉള്ള, വേറെ സ്പേസിൽ നോക്കുമ്പോൾ ഒട്ടും പ്രിവിലേജ് ഇല്ലാത്ത, ഇതിന്റെ നടുക്ക് ജീവിക്കുന്ന ഒരാളാണല്ലോ. ചെയ്യുന്നതെല്ലാം ശരിയായിട്ടും വന്നിട്ടില്ല, ഭവിച്ചിട്ടില്ല. അപ്പൊ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ ഇതിന് അക്കാഡമിക് ആയിട്ട് തന്നെ പഠിക്കണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ WCC വന്നതിന് ശേഷം അത് ഉണ്ടായിട്ടുണ്ട്. അതിന് ഇപ്പോൾ സജിത ചേച്ചിനെ പോലെ, ബീന പോളിനെ പോലെ, ദീദീനെ പോലെയുള്ള ആളുകളായിട്ടുള്ള ഇൻറ്ററാക്ഷൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടു ലുക്ക് അറ്റ്, ഇപ്പോൾ WCC ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു വർക്കിംഗ് മോഡൽ വേണ്ട എന്ന് പറയുമ്പോൾ, വേറെ ഒരു വർക്കിംഗ് മോഡൽ ഉണ്ട് എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നതും അറിയുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഒരു ദീദി പറയുമ്പോഴാണ്. ദീദി വളരെ ക്ലിയർ ആയിരുന്നു, നമ്മൾ ഇത്രയും കാലം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന അതേ സിസ്റ്റത്തിലാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് നമ്മളും ചിന്തിക്കുന്നത്.